ടീച്ചേഴ്സ് അക്കാഡമി. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയാലോ, ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ ഘടനയും പ്രവർത്തനങ്ങളും. എന്തൊക്കെ സ്ട്രക്ചറാണ് ബ്രെയിൻ ഉള്ളത്? നമുക്കറിയാം, പ്രധാനപ്പെട്ട 5 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം, ഇതാണ് എന്ത്, സെറിബ്രം എന്ന് പറയുന്നത്. പിന്നെയുള്ള രണ്ടാമത്തെ വലിയ ഭാഗമാണ് എന്ത്, സെറിബെല്ലം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെയുള്ളതാണ് തലാമസ്. തലാമസ് എന്ന് പറയുന്ന നീല കളർ സാധനമാണ് തലാമസ്. ഈ പച്ച കളർ സാധനമാണ് എന്ത്, ഹൈപ്പോ തലാമസ്. പിന്നെ നമുക്ക് എന്തുണ്ട്, ഒരു മെഡുല ഒബ്ലാങ്കട്ട, കണ്ടിന്യൂ ചെയ്യുന്ന മെഡുല ഒബ്ലാങ്കട്ടയുണ്ട്. ഈ 5 ഭാഗങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോ തലാമസ്, മെഡുല ഒബ്ലാങ്കട്ട. ഈ 5 ഭാഗങ്ങൾ അറിഞ്ഞത് നമുക്ക് ബ്രെയിൻ സുഖമായി നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നോക്കിയാലോ, ഒന്നാമതാണ് സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രത്തിന്റെ സ്ട്രക്ചർ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. സെറിബ്രം എന്ന് പറയുമ്പം 2 ഹെമിസ്ഫിയറുകൾ നമ്മൾ ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ സെറിബ്രം ഉണ്ടാവും. 2 കഷ്ണങ്ങൾ നമ്മൾ ഇങ്ങനെ കോർത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് പറയും, സെറിബ്രൽ ഹെമിസ്ഫിയർ എന്ന് പറയും. അതുകൊണ്ടാണ് ഈ സെറിബ്രത്തിന്റെ ഭാഗം ഏറ്റവും വലുതായിട്ടിരിക്കുന്നത്. ഓക്കെ, നോക്കിയേ, ഏറ്റവും വലിയ ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്, സെറിബ്രം എന്ന് വിളിക്കുന്നത്. 2 സെറിബ്രെയിൻ അർദ്ധഗോളങ്ങളായി തിരിച്ചിരിക്കുന്നു. അർദ്ധഗോളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആണ്. സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. ഓക്കെ, പിന്നെയോ എന്തൊക്കെയാണ് സെറിബ്രത്തിന്റെ ഫങ്ഷൻസ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറിബ്രത്തിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്? ബുദ്ധി, നമ്മുടെ ഇന്റലിജൻസ്, ചിന്ത, നമ്മുടെ തോട്ട്സ്, തിങ്കിങ് സ്കിൽസ് ഒക്കെ, ഓർമ്മ, നമ്മുടെ മെമ്മറി ഒക്കെ സേവ് ചെയ്ത് വെക്കുന്നത്, ബോധം, നമ്മുടെ ഒരു ഇന്റലിജൻസ് അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിനോടുള്ള ഒരു ബോധം, ഒരു കാര്യം സുഖമായി ചെയ്യാൻ വേണ്ടിയിട്ട്, നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇച്ഛാശക്തി, നമ്മുടെ ബുദ്ധിശക്തി എത്രമാത്രം ഉണ്ട്, എത്രമാത്രം ഐക്യം നമുക്കുണ്ട്. പിന്നെ ഇത്രയൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? സെറിബ്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനിയോ, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. നമ്മുടെ ബോഡിക്ക് വരുന്ന ഇൻവോളണ്ടറി ആയിട്ടുള്ള ചലനങ്ങളെയൊക്കെ എന്തെയാണ് നിയന്ത്രിക്കും? ഇൻവോളണ്ടറി ആയിട്ടുള്ള ചലനങ്ങൾ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? സെറിബ്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി അതിന്റെ ഉപരിതലത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഉപരിതലം വർദ്ധിപ്പിക്കുന്നതിനായി ധാരാളം മടക്കുകളും അതുപോലെ കുറെ ഗ്രൂവ്സും കാണപ്പെടും. ഇങ്ങനെ കുറെ മടക്കുകളോടുള്ള സാധനമാണ് എന്ത്, സെറിബ്രം എന്ന് പറയുന്നത്. അതിന് നേരെ താഴെയുള്ള ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സംശയമുണ്ടോ? അടുത്ത നോക്കിയാലോ, അടുത്ത ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. സെറിബെല്ലം എന്ന് പറഞ്ഞാൽ എന്താ? സെറിബ്രത്തിന് നേരെ താഴെയായിട്ട് സെറിബ്രത്തെക്കാട്ടും 2ാമതായി വലിപ്പമുള്ള ഒരു ഭാഗമാണ് എന്ത്, സെറിബെല്ലം എന്ന് പറയുന്നത്. നോക്കിയേ, സെറിബ്രത്തിന്റെ താഴെ മെഡുല ഒബ്ലാങ്കട്ടയുടെ പിന്നിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? സെറിബെല്ലം സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് മെഡുല ഒബ്ലാങ്കട്ട. അതിന്റെ പിന്നിലായിട്ടാണ് ആരുള്ളത്? സെറിബെല്ലം ഉള്ളത്. സെറിബ്രത്തിന് നേരെ താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. ഇനിയും അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ശരീരത്തിന്റെ സന്തുലിത അവസ്ഥ നിലനിർത്തുക, അതായത് ബാലൻസ്, ഇയർ ബാലൻസ്, നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. പിന്നെയോ, പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. പേശികൾ, മസിൽസിന്റെ ഒക്കെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? വോളണ്ടറി മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലോ ആണ്. ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെറിബ്രോ ആണ്. ഇത്രയും ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ? അടുത്ത ഭാഗത്തിലേക്ക് നോക്കിയാലോ. അടുത്ത ഭാഗമാണ് എന്ത്, മെഡുല ഒബ്ലാങ്ക. അതായത് സെറിബെല്ലത്തിന് താഴെയുള്ള ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല ഒബ്ലാങ്കട്ട. സെറിബെല്ലത്തിന് നേരെ താഴ്ഭാഗത്തേക്കായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? മെഡുല ഒബ്ലാങ്കട്ട. അത് കണ്ടിന്യൂ ചെയ്തിട്ട് എന്ത് പോകുന്നത്? സ്പൈനൽ കോഡായിട്ട് പോകുന്നത്. അതിന്റെ പ്രവർത്തനം എന്തൊക്കെയാ നോക്കിയേ? ഹൃദയമിടിപ്പ്, നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ആര്? നമ്മുടെ മെഡുല ഒബ്ലാങ്കട്ട എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് തലയ്ക്ക് ബാക്കിൽ ഈ കഴുത്തിന്റെ ഭാഗത്തൊരു അടി കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആള് കാലി വന്നത്. എന്തുകൊണ്ടാണ്? ആ ഭാഗമാണ് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ അടി കുടുങ്ങി അതിനത് എന്തിനെ എഫക്ട് ചെയ്യും? ഹാർട്ട് ബീറ്റിനെ എഫക്ട് ചെയ്യും. ആൾ അങ്ങനെയാണ് മരിച്ചു പോകുന്നത്. പിന്നെയോ, അടുത്ത നോക്കിയേ, രക്തക്കുഴലുകളുടെ സങ്കോചം, രക്തക്കുഴലൊക്കെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്നൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? മെഡുല ഒബ്ലാങ്കട്ടയാണ്. പിന്നെ ഛർദി തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻവോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ, ഛർദിക്കാൻ തോന്നുക, വിശപ്പ്, ദാഹം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെഡുല ഒബ്ലാങ്കട്ടയാണ്. ഇൻവോളണ്ടറി ആയിട്ട് തോന്നുന്ന എല്ലാ ഇമോഷൻസും. ക്ലിയർ ആണല്ലോ? ഇത് മെഡുല ഒബ്ലാങ്കട്ട മനസ്സിലായല്ലോ? നമ്മൾ സെറിബ്രം പറഞ്ഞു, സെറിബെല്ലം പറഞ്ഞു, മെഡുല ഒബ്ലാങ്കട്ട പറഞ്ഞു. ഇനി അടുത്ത നോക്കിയാലോ. അടുത്ത ഭാഗമാണ് തലാമസ്. നമ്മുടെ ഈ സെറിബ്രത്തിന്റെ നേർഭാഗത്ത് നടുക്കായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത്. നോക്കിയേ, സെറിബ്രത്തിന്റെ താഴെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? തലാമസ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെയോ, സെറിബ്രത്തിലേക്കും പുറത്തേക്കുമുള്ള ആവേഗങ്ങളുടെ റിലേ സ്റ്റേഷൻ ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് ചോദിച്ചാൽ ആരാണ്? തലാമസ് ആണ്, ഹൈപ്പോതലാമസ് അല്ല. അത് ആലോചിച്ച് വെക്കണേ. അപ്പൊ റിലേ സ്റ്റേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ആവേഗങ്ങളെയും ഇമ്പൾസിനെയൊക്കെ ജസ്റ്റ് ആദ്യം ഒന്ന് മോണിറ്റർ ചെയ്യണം. ഇവരൊക്കെ ശരിയായ ഇമ്പൾസ് ആണോ എന്നൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ് ആര്? തലാമസ് എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ ഭാഗം ഏതാണ്?
ഹൈപ്പോ തലാമസ് ആണ് അല്ലെ. അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് ഹൈപ്പോ തലാമസ് ആണ്. തലാമസിന് നേരെ താഴ്ഭാഗത്ത്, ഇത് തലാമസ് ആണെങ്കിൽ അതിന് നേരെ താഴ്ഭാഗത്താണ് ആര് കാണപ്പെടുക? ഹൈപ്പോ തലാമസ് കാണപ്പെടുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഹോമിയോസ്റ്റാറ്റിസിസ് കൺട്രോൾ ചെയ്ത് നമ്മുടെ ബോഡിയിലെ ആന്തരിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനുള്ള പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. നമ്മളെ ബോഡിക്ക് ഒരു സന്തുലിതാവസ്ഥ വേണം, ഒരു എൻവയറമെന്റൽ ബാലൻസ് വേണം. ആ ബാലൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സംശയമുണ്ടോ? ഇത്രയും ഭാഗത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഈ ഒരു തലച്ചോറിന്റെ കാര്യം നമ്മൾ പഠിക്കും, അതിന് കൂടെ നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു കാര്യമാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. നോക്കിയാലോ, റിഫ്ലക്സ് ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു സാധനം തൊട്ടു, ഒരു ചൂടുള്ള സാധനം തൊട്ടു, അല്ലെങ്കിൽ ഒരു മെഴുതിരിന് മുകളിൽ കൈ വെക്കുകയാണ്, പൊള്ളുന്നു നമുക്കറിയാം, പൊള്ളി കഴിഞ്ഞ് നമ്മൾ അപ്പൊ കൈ വലിക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റ സെക്കൻഡിൽ നടക്കുന്ന ഈ ഒരു കാര്യത്തെ നമ്മൾ അത് മൊത്തമായി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? റിഫ്ലക്സ് ആക്ഷനുകൾ എന്ന് പറയുന്നത്. നോക്കി നിങ്ങൾക്ക് കൂടെ കാണാം, ഒരു തീയുണ്ട്, അത് നേരെ ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ് പോകുന്നത് എങ്ങനെയാണ്? പെട്ടെന്ന് കൈ വലിക്കുന്നത്. കൈ വലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങനെ ഒരു സ്റ്റിമുലസ് ഉണ്ട് എന്ന് സെൻസറി ന്യൂറോൺ എന്ത് ചെയ്യണം? ബ്രെയിനിനെ അറിയിക്കണം. ബ്രെയിൻ മോട്ടോർ ന്യൂറോൺ വഴി കൈ പൊക്കണം എന്നുള്ള സിഗ്നൽ നമുക്ക് തിരിച്ചു തരണം. അങ്ങനെ ഇന്റർ ന്യൂറോൺ വഴി എന്ത് ചെയ്യും? കൈ നേരെ പൊക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളെ കൈ പെട്ടെന്ന് ഒരു സെക്കൻഡിനോട് നടക്കുന്ന കാര്യം ഇത്രയും സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രെയിനിൽ പോയി തിരിച്ചു വരുന്നുണ്ട്. നോക്കിയാലോ, ഉത്തേജങ്ങളോടുള്ള ശരീരത്തിന്റെ പെട്ടെന്നുള്ള അനൈച്ഛികമായ വേഗതയിലുള്ള പ്രതികരണങ്ങൾ. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ഞെട്ടുക, പ്രതീക്ഷിക്കാതെ കാലും കൈക്ക് എവിടെയെങ്കിലും കൂറുക, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. വേണമെന്ന് വെച്ചാൽ ആരും പോയി വീഴില്ലല്ലോ, വേണമെന്ന് വെച്ചാൽ ആരും ഞെട്ടൂല്ല. അപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന ഞെട്ടലൊക്കെ നമ്മുടെ ബോഡിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ബ്രെയിൻ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, അത് ആര് കാരണമാണ്? റിഫ്ലക്സ് ആക്ഷൻ കാരണമാണ്. നോക്കിയേ, ആ റിഫ്ലക്സ് ആക്ഷൻ നടക്കുന്ന ആ ഒരു പാത്ത് വേക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആർക്കുകൾ എന്ന് പറയുന്നത്. നോക്കിയേ, ഒരു റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ പാത സംവേദ ന്യൂറോൺ ടു സൂക്ഷ്മ നാഡി ടു ജാലക ന്യൂറോൺ. ഓക്കെ, ആ പാതയ്ക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. റിഫ്ലക്സ് പ്രവർത്തനം സൂക്ഷ്മ നാഡിയിൽ പൂർത്തിയാകുന്നു, എന്നിരുന്നാലും സന്ദേശം തലച്ചോറിൽ എത്തുന്നു. ഈ ഫസ്റ്റ് സന്ദേശം എത്തുന്ന എവിടെയാ? സൂക്ഷ്മ നാഡിയിലാണ്. അവിടെ എന്ത് സംഭവിക്കും? ഇത് തലച്ചോറിലേക്കും ഈ സിഗ്നൽ എത്തുന്നത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും അലേർട്ട് ആയിരിക്കും. നമ്മൾ പെട്ടെന്ന് ഞെട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ തലച്ചോറ് സമയക്കാൻ നമുക്ക് ഞെട്ടാൻ പറ്റില്ല. അപ്പൊ എപ്പോൾ വേണമെങ്കിൽ എന്ത് സംഭവിക്കാന്ന രീതിയിൽ വിജിലന്റ് ആയിട്ടാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ തലച്ചോറ് ഇരിക്കുന്നത്. അപ്പൊ തലച്ചോറിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലായല്ലോ. 5 ഭാഗങ്ങളുള്ളത്. ഏതൊക്കെയാണ്? സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോ തലാമസ്, മെഡുല ഒബ്ലാങ്കട്ട. ഈ 5 ഭാഗങ്ങൾ ആലോചിച്ച് വെക്കുക, റിഫ്ലക്സ് ആക്ഷൻ ആലോചിച്ച് വെക്കുക. പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി അടുത്ത ലെസനുമായി അടുത്തൊരു ക്ലാസ് കാണാം. താങ്ക് യു.